CPI നേതാവ് PK ശ്രീമതി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി PK ശ്രീമതി VS അച്യുതാനന്ദൻ്റെ വേർപാടിൻ്റെ നിമിഷമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് AKG സെൻറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. ഈ നിമിഷം എന്തൊക്കെ ഓർമ്മകളും എന്തൊക്കെ വികാരങ്ങളുമാണ് മനസ്സിലുള്ളത്? അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടായ നിമിഷം വിവരമറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ പുറപ്പെട്ടിരിക്കുകയാണ്. ട്രെയിനിലാണ് ഞാൻ ഉള്ളത്. ചിലപ്പോൾ കട്ടായി പോകുമെന്നറിയില്ല. സഖാവ് VS ഏത് വിശേഷണം കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. കാരണം എല്ലാ നല്ല വിശേഷണങ്ങളും അദ്ദേഹത്തിന് ചേരും. ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് CPIM ഉണ്ടാക്കുന്നതിൽ ഇതിന് നേതൃത്വം കൊടുത്തവരിലെ സമുന്നതനായ നേതാവ്, 102-ാം വയസ്സുവരെയും വളരെ വളരെ ദക്ഷിണാശാലിയായിട്ട് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി കുറച്ച് ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പ്രതികരിക്കാൻ തക്ക വിധത്തിൽ ആരോഗ്യത്തോടുകൂടി തന്നെ കിടപ്പിലാണെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇത്രയേറെ ഒരു ദക്ഷിണാശാലിയായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള ജനകീയ പ്രശ്നങ്ങളോട് ഏറ്റവും താതാത്മ്യം പ്രാപിച്ചിടപെടുന്ന ഒരു സമുന്നതനായ മറ്റൊരു നേതാവിനെ നമുക്ക് എങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അത്രയേറെ ധീര വിപ്ലവകാരി എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മഹാനായ നേതാവാണ് സഖാവ് VS. എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഞാൻ ഏറ്റവും അധികം ബന്ധപ്പെടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ വന്നപ്പോഴാണ്. 98-ലാണത്, 1998 കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ സഖാവ് സുശീല ഗോപാലിന് ശേഷം വന്നിട്ടുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാൻ ഒരു മേശക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിലുള്ള ചിട്ട, പ്രവർത്തനത്തിലുള്ള ചിട്ട, ഇതെല്ലാം മറ്റുള്ളവർക്ക് മാതൃകയാണ്. ആ മാതൃക അതുപോലെ അനുകരിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നമുക്കതൊരു മാതൃകയാണെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളും. നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞാൻ നിയമസഭയിൽ MLA ആണ്. അദ്ദേഹം ആ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് എല്ലാവരുടെയും, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളുടെയും, മാധ്യമ പ്രവർത്തകരായാലും പ്രിന്റ് മീഡിയ ആയാലും അവരുടെ എല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു നിഷ്കാമകർമ്മിയെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രിയായത് വളരെ പ്രായം ചെന്നിട്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷവും അദ്ദേഹം വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കീഴിൽ ആരോഗ്യ വകുപ്പിന്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും മന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അത്ര വലിയ ഒരു പരിചയസമ്പന്നൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കീഴിൽ 5 കൊല്ലം പ്രവർത്തിച്ചു. ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിരുന്ന അന്നത്തെ തീർത്തും തകർന്നുപോയി എന്ന് തന്നെ ഞാൻ പറയും. കേരളത്തിലെ സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ മരുന്നില്ലാതെ, ഡോക്ടർമാരില്ലാതെ എല്ലാവരും പ്രൈവറ്റ് ആശുപത്രികളെയും സഹകരണ ആശുപത്രികളെയും ആശ്രയിച്ചിരുന്നൊരു കാലത്ത് നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാനും ഡോക്ടർമാരും മരുന്നും ഉൾപ്പെടെ ഏറ്റവും നല്ല ആധുനിക സൗകര്യം, യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, കുറേ സ്ഥാപനങ്ങൾ, പ്രത്യേകം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ്, ഷൊർണൂർ ലൈക്കോൺസ്, കോഴിക്കോടുള്ള ഇംഹാൻ, ഇത്തരം സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിക്കാൻ സാധിച്ചുള്ള യഥാർത്ഥ അദ്ദേഹത്തിന്റെ കൂടി വലിയ സഹായവും പിന്തുണയും കൊണ്ടാണ് പുതിയ സ്ഥാപനങ്ങൾ. അദ്ദേഹം ആയുർവേദത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രതിപത്തി കാണിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് ആയുർവേദ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലമായിരുന്നു. തിരുവനന്തപുരത്തെ പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് അദ്ദേഹത്തിന്റെ കാലത്ത്, ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിലായി സ്ഥാപിച്ചത്. കേരളത്തിലെ എല്ലാ ആയുർവേദ ആശുപത്രികളെയും റിനോവേറ്റ് ചെയ്ത് കുറെ കൂടി മനോഹരമാക്കാൻ സാധിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അതുപോലെ ഹോമിയോ, അദ്ദേഹം ശ്രദ്ധിക്കാത്ത ഒരു മേഖലയുമില്ല.
അദ്ദേഹം അതൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം ഓഫീസിൽ നിന്നൊന്ന് ഇറങ്ങിക്കിട്ടുക അല്ലെങ്കിൽ വലിയ ഉദ്ഘാടനത്തിനൊക്കെ പോകുക എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് അത്ര വലിയ പത്യമായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ പോലും ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞാൽ അത് മെഡിക്കൽ മന്ത്രി അങ്ങ് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നൊരു വാക്കായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ സന്നിധാനത്ത് ഒരു ആശുപത്രിയും ഒരു ICU ഉൾപ്പെടെയുള്ള ഒരു ആശുപത്രി നിർമ്മിച്ചപ്പോൾ അവിടെ പമ്പയിലെ ആശുപത്രി റിനോവേഷൻ ചെയ്ത് മരുന്നും ഡോക്ടർമാരും അപ്പാച്ചിമേട് നീലിമല ഇവിടെയൊക്കെ ആശുപത്രി വന്നപ്പോൾ ആ സന്നിധാനത്ത് പോയിട്ട് ആശുപത്രി ഉദ്ഘാടനം ചെയ്യണം എന്ന് തീരുമാനമെടുത്ത് നടന്ന കാര്യം ഇതിനിടെ ഏഷ്യാനെറ്റ് കാണിക്കുകയുണ്ടായി. ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. 84-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ മല കയറുന്നതിനുള്ള ആ അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം ചെറുതായിരുന്നില്ല. എന്തായാലും വളരെ വളരെ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് നല്ലതാണ് കൂടുതൽ പറയാൻ കഴിയുക. അല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നല്ലതിന്റെ കൂട്ടത്തിൽ ഒന്നും അല്ല. നല്ലതേ എനിക്ക് പറയാനുള്ളൂ. അന്നും അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നും അത്രയേ പറയാനുള്ളൂ. അദ്ദേഹം ഈ പാർട്ടിയുടെ സ്വത്താണ്, ഏറ്റവും വലിയ സ്വത്തായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് ഈ പാർട്ടി, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്, നാട്ടിന്, ജനങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ നഷ്ടമാണ്. പക്ഷെ 102 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് തീർച്ചയായും നമുക്കെല്ലാം ഉള്ളൊരു ഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേർപാടിനുള്ള ദുഃഖവും അതുപോലെ അനുശോചനവും ആദരാഞ്ജലികളും ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. ഈ നിമിഷം സംസാരിച്ചതിന് കേന്ദ്ര കമ്മിറ്റി അംഗം CPIM. ഇപ്പോൾ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ എത്തിയിരിക്കുകയാണ് VS അച്യുതാനന്ദന്റെ മൃതദേഹം. AKG സെന്ററിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. തൊട്ട് പിന്നിൽ തന്നെയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അവരുടെ വാഹനം അനുഗമിച്ച് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നിരവധി പേർ കാത്തു നിൽക്കുന്നു. മുഖ്യമന്ത്രി അവിടെ